അമേരിക്കയിലെ ഡാലസിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഓഫീസിന് നേരെ വെടിവയ്പുണ്ടായി എന്ന വാർത്തയാണ് വരുന്നത്. ഒരു തടവുകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും വാർത്ത. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡാലസിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ 3 ആളുകൾക്കാണ് വെടിയേറ്റത്. ഇതിലെ ഒരാൾ മരിച്ചു, മറ്റ് 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഐസ് ഉദ്യോഗസ്ഥർ, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കില്ലെന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അക്രമി പിന്നീട് സ്വയം വെടിയുതിർത്ത് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ ഈ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തുകയായിരുന്നു. ഉപയോഗിക്കാത്ത ഒരു വെടിയുണ്ടയിൽ ആന്റി ഐസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നുവെന്ന് പിന്നീട് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരെയാണ് കൊലയാളി ലക്ഷ്യമിട്ടതെന്നും ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് കാഷ് പട്ടേൽ പറഞ്ഞു. എസ്കേനെ തൊട്ടടുത്ത കെട്ടിടത്തിന്റെ റൂഫിൽ നിന്ന് ഇമിഗ്രേഷൻ കേന്ദ്രത്തിലേക്ക് ഇയാൾ വെടി ഉതിർക്കുകയായിരുന്നു. ഈ വെടിവെപ്പിന്റെ ഉദ്ദേശമോ അല്ലെങ്കിൽ വെടിയുതിർത്ത ആൾ എന്തൊക്കെയാണ് ലക്ഷ്യമിട്ടതെന്നോ ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. വെടിവെപ്പ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ കുറച്ചുകൂടെ കടുത്ത ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. ഐസ് ഓഫീസർമാരെ നാസികളുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. ഇത് റാഡിക്കൽ ലെഫ്റ്റ് ഡെമോക്രാറ്റുകളാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഐസ് വിരുദ്ധ ആക്രമണത്തിന് അവർ പ്രേരിപ്പിക്കുകയാണെന്നും ട്രംപ് പറയുന്നു. എസ്കേൻ, ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.